ജനുവരി 15 ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലേ, എങ്കിലും ഞാനൊന്ന് പറയാം. ഇന്ന് പാലിയേറ്റീവ് ദിനം. നമ്മൾ ഒരുപാട് വണ്ടികളൊക്കെ പാലിയേറ്റീവിന്റെ വണ്ടികളൊക്കെ നമ്മൾ പോകുന്നത് എല്ലാവരും കണ്ടുണ്ടാവുമല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റും ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാന്ത്വനം പാലിയേറ്റീവ് കെയർ എടക്കുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ ഒരു ഡേ കെയർ യൂണിറ്റിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പാലിയേറ്റീവ് കെയറിന്റെ മെച്ചപ്പെട്ട സംവിധാനത്തോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുള്ള ഡേ കെയർ സംവിധാനവും ഫിസിയോതെറാപ്പി സെന്ററും ആശുപത്രികളിൽ നിന്നൊക്കെ തിരിച്ചയക്കുന്ന രോഗികളെ, വളരെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കുള്ള ഒരു താമസ സൗകര്യവും ഒരു ഇൻപേഷ്യന്റ് യൂണിറ്റും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ. പാലിയേറ്റീവ് കെയറിന്റെ വാഹനങ്ങൾ ആഴ്ചയിൽ 3 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഓരോ വീടിന്റെ മുറ്റത്ത് എത്തുമ്പോഴും ആ രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യാശയുണ്ട്. ആശുപത്രികളിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റാത്ത ഒരുപാട് രോഗികളുണ്ടല്ലേ. അവർക്ക് നമ്മുടെ വളണ്ടിയേഴ്സിന്റെ അടുത്തുനിന്നും നമ്മുടെ നഴ്സുമാരുടെ അടുത്തുനിന്നൊക്കെ തലമുടി മുതൽ